ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രൈഡ് ടു ബിയുടെ വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഇടും. പക്ഷേ ബ്രൈഡ് ടു ബി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം 2-3 മാസമായി കാണും. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ബ്രൈഡ് ടു ബിയും കഴിഞ്ഞു, നാട്ടിലും പോയി, കല്യാണത്തിൻ്റെ തിരക്കുകളും കഴിഞ്ഞു, കല്യാണവും കഴിഞ്ഞു, ഇപ്പോൾ ആനിവേഴ്സറിയും കഴിഞ്ഞു. നമുക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ സ്റ്റോറേജ് സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ടും ഒരു മൈൻഡ് ഇല്ല. കാരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് എടുക്കണം. ഇത് കണ്ടിന്യൂസ് എടുക്കാനായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ എൻ്റെ ഫോണിലില്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഷോർട്സിലോ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഷോർട്സായിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതായിരുന്നു കേട്ടോ കാരണം. ഇപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എനിക്ക് മാർച്ച് 27 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നു 17 Pro Max, പിന്നെ എയർപോർട്സും തന്നു. അപ്പോൾ ഇനി എക്സ്ക്യൂസസ് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി നമുക്ക് വീഡിയോസ് ചെയ്യാം, നോക്കാം. ഞാൻ മാക്സിമം ട്രൈ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനിയന്മാരെനിക്ക് 2 മാക്സി എടുത്തു തന്നായിരുന്നു. എനിക്ക് മാക്സി ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പോയി സർപ്രൈസായിട്ട് എനിക്ക് എടുത്തു. പക്ഷേ എടുത്തത് സ്മോളല്ല, എൻ്റെ സൈസ് സ്മോളാണ്, മീഡിയം അല്ല, ലാർജ് എടുത്തുകൊണ്ട് വന്നത്. വേറെ ആർക്കാണ്ടും ഇടാനായിട്ടുള്ള സൈസാണ് അവർ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ അത് പോയി മാറ്റാൻ പോന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അത് അത്ര വലിയ സംഭവമൊന്നും അല്ല, എന്നാൽ തന്നെ ഇന്നോട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുവാണേ. എൻ്റെ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് വയ്യ. അപ്പോൾ ഞാനിപ്പം ദുബായിലാട്ടോ ഉള്ളത്. ഇപ്പോൾ ഏകദേശം 8 months ആയിട്ട് ഞാനിവിടെ ഉണ്ട്. ഇനി നമ്മൾ ദുബായ് വ്ളോഗ്സ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നോട്ട് നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കം ലെറ്റ്സ് ഗോ. എൻ്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും. ഇപ്പോൾ ഒരു ഏകദേശം 2 weeks ആയിട്ട് ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഫീവർ. പനി പിടിച്ചിട്ട് മാറുന്നില്ല. പനി വരും പോകും. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും ഓക്കെ ആയിട്ടില്ല, നല്ല പനിയുണ്ട്. പിന്നെ ഇത് ഒരു 2 days കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ മോളിനകത്ത് കയറി. ഞാൻ എൻ്റെ ജിമ്മ് കാണിച്ചു തരാം. ഓക്കെ, ഇതാട്ടോ എൻ്റെ ജിമ്മ്. ഞാൻ ഇന്നൊരു ബ്രേക്ക് എടുത്തേക്ക്, ഇന്നല്ല, ഒരു 3-4 days ആയിട്ട് ബ്രേക്ക് എടുത്തേക്കാണ്. മാക്സിന്നാണ് ഡ്രസ്സ് എടുത്തേക്കുന്നത് അവർ. അപ്പോൾ അങ്ങോട്ട് പോകണം. അവർ ഇമ്പത്തേക്ക് മാക്സിന്നാണ് വാങ്ങിയത്. നമുക്കിപ്പോൾ ഇവിടെ സിറ്റി സെൻറ്റർ മാക്സിന് കൊടുക്കാം. അവിടെ വരെ പോകാൻ എനിക്ക് ആവുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ പോയാൽ മതി. ഞാൻ ജിമ്മിൽ പോയി ഏകദേശം ഒരു 5 kg കുറച്ചതായിരുന്നു. എന്നിട്ട്
വീണ്ടും ഇപ്പം വെയിറ്റ് ഗെയിൻ ചെയ്തെന്നാണ് തോന്നുന്നത്. കാരണം 2-3 ഡേയ്സിൽ നല്ല ഫുഡിങ് ആയിരുന്നു. ഏകദേശം ഒരു 2 kg എന്തായാലും വീണ്ടും കൂടിക്കാണും. കാരണം അത്രയ്ക്ക് ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം പോയി ഈ 1 വീക്കിനുള്ളിൽ കുറയ്ക്കണം. കുറയ്ക്കാനായിട്ടുള്ളൊരു സ്ട്രെങ്ത്തും പവറും എനിക്കില്ല. കാരണം പനി വിട്ട് മാറുന്നില്ല. ഇപ്പം തന്നെ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് 2 ആൻറ്റിബയോട്ടിക് എടുക്കാം. ആ 2 ആൻറ്റിബയോട്ടിക്കും ഫുൾ 2 കോഴ്സും കഴിഞ്ഞു. ഇനി എടുത്താൽ സീനാണ്. അപ്പം മാക്സ് എത്തി കേട്ടോ. അപ്പോൾ ഈ പനി മാറിയിട്ട് വേണം നമുക്കിനി ഒന്ന് ജിമ്മിൽ പോയി നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് സ്വെറ്റ് ചെയ്ത് കളയാം. നമ്മളിവിടെ മാക്സിലെത്തിയിട്ടുണ്ട്. മാക്സി ആയിരുന്നു അവരെടുത്തുകൊണ്ട് തന്നെ. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒന്ന് നോക്കാം. ഇത് കൊള്ളാം. ഈ കളർ എനിക്കിഷ്ടം. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ഒന്നും ഇഷ്ടമല്ല. വൈറ്റ് മെയിനായിട്ട് എനിക്ക് വൈറ്റൊന്നും ഇഷ്ടമല്ല. എനിക്കിതിൽ ഈ ബാഗ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ബാഗ് വേണോ അത് ഈ ബാഗ് വേണോ? എനിക്ക് ഇങ്ങനത്തെ ബാഗില്ല, ഇതും ഇല്ല. ബട്ട് നമുക്ക് ഈ പ്രാവശ്യം ഇതെടുക്കാം അല്ലേ? അപ്പം നമുക്ക് ഇത് തന്നെ എടുക്കാം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടിരുന്നു, ബട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം എടുക്കാം ഇത്. ഓക്കെ, ഇതെടുക്കാം കേട്ടോ നമുക്ക്. ശ്രീ ഇതിൻ്റെ ഒരു പേർപ്പിളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ പേർപ്പിളായിരുന്നു എടുത്തുകൊണ്ട് തന്നെ, പക്ഷേ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ട് സ്മോൾ എടുത്തു. പിന്നെ ഈ ബാഗും അവർ 2 എണ്ണം കൊണ്ടുവന്നായിരുന്നു. അതിന് വരെ ഒരു ബാഗും ഒരു മാക്സി എടുത്തു. ഇനി അവർ തന്നത് കാണിച്ചു തരട്ടെ. ഇത് ഇതായിരുന്നു, പക്ഷേ ഇതിൻ്റെ സ്മോളില്ല. പിന്നെ നമ്മളെടുത്ത ആ പിങ്കിൻ്റെ പേർപ്പിൾ അത് മീഡിയം ആയിരുന്നു അവരെടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ അപ്പോൾ നമ്മുടെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടേൺ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. എല്ലാം കഴിഞ്ഞു. അവർ വാങ്ങിച്ചത് ഏകദേശം 98 ദിർഹംസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു.
നമുക്ക് അത്ര ആയില്ല. അപ്പോൾ 4 dirhams നമുക്ക് ഇങ്ങോട്ട് അവർ തരാനുണ്ടായിരുന്നു. പിന്നെ അവരൊരു വൗച്ചറായിട്ട് തന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് പർച്ചേസിന് നമുക്കത് റെഡീം ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ വയ്യാമല്ലോ. തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ പിന്നെ ഇന്ന് തൊട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഇതിനകത്ത് വലിയ സംഭവമായിട്ടൊന്നും ഇല്ല. വേണമെങ്കിൽ ഇവിടേക്ക് ഒന്ന് കറങ്ങാം, പക്ഷെ അതിനുള്ളൊരു ഇതില്ല. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കോർട്ടിലൊക്കെ പോയി എന്തെങ്കിലും കഴിക്കാം. പക്ഷേ ഞാൻ വിചാരിച്ച് വേണ്ട, കുറേ ദിവസം കൊണ്ട് ഫുഡ് തന്നെ ഫുഡ്. പിന്നെ എനിക്ക് അത്രയ്ക്ക് വിശപ്പെന്ന് പറയാനായിട്ടും ഇല്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് നമുക്ക് കിടക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഫോണായിരുന്നല്ലോ ഇഷ്യൂ. അപ്പോൾ ഇപ്പോൾ ഫൈനലി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. iPhone 17 Pro Max 512 GB. 1 TB ഞാൻ എടുത്തില്ല, കാരണം എന്തായാലും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യും. അത്രയും ആവശ്യമില്ല. 512 GB അപ്പോൾ ഗിഫ്റ്റ് തന്നു. പിന്നെ എയർപോർട്സും തന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പം സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം, കൂളായിട്ട് വീഡിയോസ് നോക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് വരുന്നുണ്ടോ ഇല്ലയോ നമുക്കിത് നോക്കാം. ഇത് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ സിറ്റി സെൻറ്ററിൻ്റെ പരിപാടിയില്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ സൗണ്ട് എത്രത്തോളം ഓഡിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം അകത്തൊക്കെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലുതായിട്ട് സംസാരിക്കാനും ശബ്ദമില്ല. രാത്രിത്തേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് കിടന്നില്ലെങ്കിൽ നമുക്ക് വിശക്കും. നമുക്ക് ഫൈൻ ബറിയിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. യൂഷ്വലി പുറത്തവർ സ്നാക്സൊക്കെ വെക്കാറുണ്ട്. നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഫൈൻ ബറിയിൽ നിന്ന് പിടിയും ബീഫും വാങ്ങി. അപ്പോൾ ഇന്ന് രാത്രിത്തേക്കുള്ള ഫുഡായി. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കിടന്നില്ലെങ്കിൽ വിശക്കും. പിന്നെ രാത്രി നമ്മൾ വീണ്ടും ഇറങ്ങേണ്ടി വരും. അതിനെക്കാട്ടുമല്ല ഇപ്പോൾ അങ്ങ് വാങ്ങിയിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. See you next video. Until then, bye bye.